ഹായ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മറ്റൊന്നല്ല, നിങ്ങളാരും അങ്ങനെ നമ്മളാരും നോക്കാത്ത ഒരു കാര്യമാണ്. ഒരു സ്ട്രീം വൈസ് നമ്മുടെ പേഴ്സൻറ്റേജ് അല്ലെ, വിജയ ശതമാനം ഓരോ വർഷത്തെയും നമുക്ക് കിട്ടുക. പ്ലസ് ടുവിൻ്റെ ഒക്കെ ഫുള്ളായിരിക്കും, 3 സ്ട്രീമിലെയും കൂടെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കൊമേഴ്സുകാർ ഇത് ശ്രദ്ധിക്കുക, നിങ്ങളെ കൊമേഴ്സിൻ്റെ മാത്രമായിട്ടുള്ള ലാസ്റ്റ് ഒരു 7 ഇയേഴ്സ്, പക്ഷേ 7 ഇയേഴ്സ് നമുക്ക് ടോട്ടലായിട്ട് കിട്ടുന്നില്ല. കറക്റ്റ് അങ്ങനെ ഒരു നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല ഓരോ സ്ട്രീം വൈസ്. ഓക്കെ, പക്ഷേ അതിൽ നമുക്ക് ഏകദേശം ആദ്യത്തെ ഒരു 3 വർഷത്തെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. റെഡി? അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷം അതായത് ലാസ്റ്റ് ഇയറിന് 1,00,000-ൽ കൂടുതൽ കുട്ടികൾ കൊമേഴ്സിനുണ്ടായിരുന്നു. അതിൽ വെറും പാസ്സായിട്ടുള്ളത് 79,000 കുട്ടികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് 27,000 കുട്ടികൾ തോറ്റു. ഓക്കെ, 2024 ഇതേപോലെ തന്നെ നോക്ക്, 83 സംതിങ് കുട്ടികൾ മാത്രമാണ്, 83K കുട്ടികളാണ് പാസ്സായിട്ടുള്ളത് 1,00,000-ലുള്ളത്. അതായത് ഒരു 26,000 അവിടെ തോറ്റു കുട്ടികൾ. 2023 ഏകദേശം അതൊരു 18-19K റേഞ്ചിലാണ്. എടി നിങ്ങൾ നോക്കൂ, വർഷം മേലോട്ട് വരുന്നതിനനുസരിച്ച് റിസൾട്ട് താഴോട്ടാണ്. കണ്ടല്ലോ, മനസ്സിലാക്കിക്കോളുക, ഇതാണ് സ്ഥിതി. റെഡി? നിങ്ങൾക്ക് ഇതാ നോക്കാം, ഇവിടെ ഫുൾ A+ന്റെ കണക്കുകളുണ്ട് കൊമേഴ്സിലുള്ള. ഓക്കെ, 1,00,000-ൽ വെറും 4,500 കുട്ടികൾക്കാണ് കൊമേഴ്സിൽ ഫുൾ A+ കിട്ടിയിട്ടുള്ളത്. നമ്മൾ കേരള. ഓക്കെ, ഇത് കേരള റിസൾട്ടാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അതിന്റെ മുൻപത്തെ വർഷം പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് 2024 1,00,000 നോക്കുന്നത് 5,500 കുട്ടികളാണ്. ഓക്കെ, ഇനിയിപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഫുൾ A+ന്റെ കണക്ക് മാത്രമാണിത്. ഓക്കെ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫുൾ A+ന് വേണ്ടി വർക്ക് ചെയ്തിട്ട് അത് കിട്ടാതെ പോയ ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലെ. ഒരു 4 A+, 5 A+, ഒതുങ്ങിപ്പോയ കുട്ടികളുണ്ടാവും. അവരെ നിങ്ങൾ എടുത്തോ, ഇത് രണ്ടും കൂടെ കൂട്ടിയതാ, ഓരോ വർഷവും നിങ്ങൾ ഒരു 5K എടുത്തോ എക്സ്ട്രാ. ഓക്കെ, എന്നാലും നോക്ക്, ഒരു 10K ആവുന്നേ ഉള്ളൂ, 10,000 ആവുന്നേ ഉള്ളൂ. 1,00,000-ൽ വരും 10,000 കുട്ടികളാണ് കൊമേഴ്സ് സ്ട്രീമൊക്കെ ചൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ബാക്കി 90K സ്റ്റുഡൻസ് എങ്ങനെയാ? ഈ 10Kയിൽ 2 കുട്ടികളേ ഉള്ളൂ. ഒന്ന് 10th നന്നായിട്ട് മാർക്ക് വാങ്ങി, എനിക്ക് ഈ ഒരു കരിയറിലേക്കാണ് പോകേണ്ടത് എന്ന് തീരുമാനിച്ച്, എനിക്ക് കൊമേഴ്സ് സ്ട്രീം മതി എന്ന് തീരുമാനിച്ച് കൊമേഴ്സ് എടുത്ത് പഠിച്ച് 10th എങ്ങനെ പഠിച്ചോ അതേപോലെ പഠിച്ച കുട്ടികൾ. രണ്ടാമത് 10th മാർക്ക് കുറഞ്ഞ കുട്ടികൾ, സയൻസ് സ്ട്രീം ഒക്കെ ആഗ്രഹിച്ച് പക്ഷെ അതിന് കിട്ടാതെ കൊമേഴ്സ് സ്ട്രീം കിട്ടി, അതിൽ വന്ന് പക്ഷെ 10th മാർക്ക് കുറഞ്ഞു എന്നൊറ്റ കാരണം കൊണ്ട് പ്ലസ് 2 എനിക്ക് മാർക്ക് കുറയാൻ പാടില്ല എന്ന് തീരുമാനിച്ച് പഠിച്ച കുട്ടികൾ. ആ രണ്ട് ടൈപ്പ് കുട്ടികൾ മാത്രമേ ഈ 10Kയിലുള്ളൂ. ബാക്കി ഈ 90K എനിക്ക് മാർക്ക് 10th കുറവാണ്, എനിക്ക് അതുകൊണ്ട് പ്ലസ് 2 ഒന്നും മാർക്ക് വാങ്ങാൻ പറ്റൂല, നടക്കുന്ന പരിപാടിയല്ല. അതും കൊമേഴ്സ് എന്തൊക്കെയാ അക്കൗണ്ടൻസി പഠിക്കാണോ, നടക്കൂല, ഇല്ലല്ല എന്നാദ്യമേ അങ്ങോട്ട് തീരുമാനിച്ച് പിന്നെന്താണ് കൊമേഴ്സ് അല്ലേ, അതെന്തായാലും പാസ്സായിക്കോളും, പ്രശ്നമല്ല, സിമ്പിൾ സബ്ജക്റ്റ് ആണ്, എളുപ്പമാണ് അല്ലെ, എക്സാമിന് തലേന്ന് പഠിച്ചാൽ മതി, അവരെ നമുക്ക് ഇങ്ങനെ ജോലിയൊക്കെ അടിച്ച് സെറ്റ് ആയിട്ട് പോവാം അല്ലെ. ജസ്റ്റ് എക്സാമിന് തലേന്ന് ഒരു 1 ഷോട്ടൊക്കെ ഒന്ന് കണ്ടാൽ മതി അല്ലെ, ഒരു മാരത്തോണൊക്കെ പഠിച്ചാൽ മതി, അതിലങ്ങ് പാസ്സാവും എന്ന് തീരുമാനിച്ച കുട്ടികളാണ്, ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ച കുട്ടികളാണ് ഈ 90Kയിൽ അല്ലേ. നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കുക, നിങ്ങൾ ഈ 90-ലാണോ അല്ലെങ്കിൽ 10-ലാണോ എന്ന് തീരുമാനിക്കുക. അത് തീരുമാനിക്കാനുള്ള നിങ്ങളുടെ ലാസ്റ്റ് സമയമാണ് ഈ ഒരു ഓണം എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇപ്പോഴെങ്കിലും മക്കളെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 10Kയിൽ വേണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ 90Kയിലാണോ നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ചെയ്യാനോ ഒരു ടൈം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവില്ല, അത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, സോ ഈ ഒരു കാര്യം ഇത് ലാസ്റ്റ് ടൈമാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നല്ല മാർക്ക് ഒരു 10Kയിൽ എത്തണോ അല്ലെങ്കിൽ ഈ ഒരു 90K പോലെ അല്ലെങ്കിൽ ഈ ഒരു 27 26K ഉള്ള കുട്ടികളെ പോലെ മതിയോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഈ ഒരു ലാസ്റ്റ് ടൈം, ഈ ഒരു ടൈമിലാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇല്ല. സോ അത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, പഠിക്കണമെങ്കിൽ പഠിക്കുക, ഇരുന്ന് പഠിക്കുക. എല്ലാവർക്കും ഈ പഠിക്കാനുള്ള ഒരു കഴിവ് പ്രത്യേകമായിട്ട് കിട്ടിയതോ അല്ലെങ്കിൽ തലയിൽ ചിപ്പോടൊക്കെ ജനിച്ച കുട്ടികളൊന്നും അല്ല ഫുൾ A+ കാര്യങ്ങളും വാങ്ങുന്നത്. അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ കൊമേഴ്സിലെ പല സ്റ്റുഡൻസും ട്രൈ പോലും ചെയ്യില്ല, ആദ്യമേ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്, എനിക്ക് 10th മാർക്ക് കുറവാണ്, അതുകൊണ്ട് പ്ലസ് 2 എനിക്ക് മാർക്ക് കിട്ടൂല എന്ന് ആദ്യമേ തീരുമാനിച്ച കുട്ടികളാണ്. ഒരിക്കലൊന്ന് വീട്ടുകാരെ മുന്നിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ, കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് മാർക്ക് കുറവായിരുന്നു, അതിന്റെ മുമ്പത്തെ വർഷവും മാർക്ക് കുറവായിരുന്നു എന്ന് വെച്ച് നിങ്ങൾക്ക് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം പ്ലസ് 1 പ്ലസ് 2 നിങ്ങൾക്ക് മാർക്ക് കിട്ടാതെ പോകുന്നുണ്ടോ? ഇല്ല. അതാര് പറഞ്ഞു? അതൊന്ന് മാറ്റുക നിങ്ങൾ ആദ്യം. ഓക്കെ, അത് മാറ്റണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക, ഇപ്പോൾ ഇവിടെ വെച്ച് ഈ റിസൾട്ട് കണ്ടുകൊണ്ടൊന്ന് തീരുമാനിക്കുക.
ഓക്കെ, ഇത് മോട്ടിവേഷനായിട്ട് എന്തായിട്ട് വേണമെങ്കിൽ മക്കൾക്ക് കളിക്കാം, അല്ലെങ്കിൽ തമാശ സാറ് തമാശ പറയാണ്, ഇതൊക്കെ പോട്ടെ സ്കിപ്പ് ചെയ്ത് വിടാം എന്നാണെങ്കിൽ അങ്ങനെ ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷേ ഈ കാര്യം നിങ്ങൾ ഇപ്പം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇതൊന്ന് ഈ ഒരു ടൈം ആകുമ്പോൾ മക്കളോട് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു എക്സാം ടൈം ആയപ്പോൾ സാറ് വന്നിട്ടുള്ളത്. സോ പഠിക്കണം എന്ന ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. മാർക്ക് ആർക്കും പഠിച്ചിട്ട് ആർക്കും മാർക്ക് കിട്ടാതെ പോകാറില്ല, പഠിക്കാത്തത് കൊണ്ട് തന്നെയാണ്. യെസ്, അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്, ബൈ.